പിന്നെ ഇതില് ഏറ്റവും കൂടുതൽ മടിയുള്ള ആർക്കാ ഷൂട്ട് ചെയ്യാനായിട്ട്? ഞാൻ ലക്ഷ്മി എന്നിട്ട് പിടിച്ചു വലിച്ചോണ്ട് ഒന്ന് ഷൂട്ട് ചെയ്യിപ്പിക്കോ? എത്ര വിളിച്ചാലും വരുമല്ലോ ലാസ്റ്റ് പോകുമ്പോൾ ഭയങ്കര സമാധാനം. ചേച്ചി ലാസ്റ്റ് ചീത്ത വിളിക്കുമ്പോൾ ലാസ്റ്റ് എനിക്ക് എന്റെ ഇത് വരും. അപ്പൊ വിളിക്കുമ്പോ നല്ല രീതിക്ക് കൊടുക്കുമ്പോ താനെ ഇറങ്ങി വരും. എന്തൊരു ചേച്ചി നിങ്ങളെ ഒരാൾ മാത്രമേ ട്രിവാൻഡ്രം കേൾക്കുന്നത്. ഇല്ല ഇവിടെ ട്രിവാൻഡ്രം ലാംഗ്വേജ് ആണ് പറയുന്നത്. എവിടെ വന്നാണ് ഇപ്പൊ അച്ചടി ഇറക്കി. ട്രിവാൻഡ്രം പറ. എന്തൊരു ചേച്ചി ഇവിടെ നല്ല സ്ലാങ് ട്രിവാൻഡ്രം പറയുന്നത്. ആണോ? അപ്പം കിച്ചണ്ണം പറയും, നമ്മുടെ വല്യമ്മേരെ മോന കിച്ചണ്ണം പറയും ഇവിടെ ശംഖുമത്ത് പെറ്റിട്ട പോലെയാണ് ഇവിടെ സംസാരം എന്ന് പറയും. അമ്മാതി ട്രിവാൻഡ്രം ലാംഗ്വേജാ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കൊന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കൊന്നും ഇല്ലാത്ത പോലെയാണല്ലോ തോന്നുന്നത്. ഉണ്ടോ? അത് സംസാരിക്കത്തുണ്ടോ? അതിപ്പോ എവിടെ വന്ന് ഇല്ല, നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കൂ. ആ വീഡിയോസ് കാണുമ്പോ മനസ്സിലാവും. അതിന് വ്യത്യാസമുണ്ട്, അതാ ചോദിക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവേ, പെട്ടെന്ന് പറഞ്ഞപ്പോ ചോദിച്ചതാ. തിരുവനന്തപുരക്കാരുടെ ഡേ ഡേ ആണോ? അത് മനസ്സിലായി. അതിപ്പോ ഞാൻ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞപ്പോ ചോദിച്ചു എന്നുള്ളൂ. ഓക്കെ, ഇനി നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താ? ഇനിയിപ്പോ 1 million ഒക്കെ ആയി, യൂട്യൂബ് ഒക്കെ എങ്ങനെയായി? എനിക്ക് 1 million ആയപ്പോ മടിയായെന്ന് തോന്നുന്നു. ഇനിയിപ്പോ 1 തുടങ്ങണം 2 million ആക്കാൻ വേണ്ടിട്ട്, അല്ലെ 1 million വീണ്ടും ഉണ്ടാക്കണം. ഇനി എന്തെങ്കിലും ഐ മീൻ ഇപ്പൊ നിങ്ങളുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് 1 million എത്തിക്കുക. അതാണ് മിക്ക ആളുകൾ, നമ്മൾ വലിയ നല്ലൊരു യൂട്യൂബർ ആവാ, ഫെയിം ആവാ, ഇതായിരിക്കുമല്ലോ നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന രീതിയിലേക്ക് ആവണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് അങ്ങനെ അത്യാഗ്രഹമൊന്നുമില്ല. നമുക്ക് ഏറ്റവും വലിയ ഡ്രീമായിരുന്നു 1 million. അത് നമ്മൾ എവിടം വരെ കൊണ്ട് എത്തിച്ചു, അത് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട്. ഇനിയിപ്പോ അടുത്തത് നല്ല നല്ല കണ്ടന്റുകൾ ഒപ്പിക്കുക എന്നാണ് നമ്മളെ ഒരു ഡ്രീം. പ്രത്യേക കണ്ടന്റ് ഒന്നും അല്ലാതെ നല്ല സൂപ്പർ കണ്ടന്റ് എത്തിക്കുക എന്നാണ് നമ്മളെ ഒരു ഡ്രീം. ഇപ്പൊ ഈ തുടക്കത്തിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര നമുക്ക് ടെൻഷൻ ആയിരിക്കുമല്ലോ, ഇനി എന്ത് ചെയ്യും, ആളുകൾ എങ്ങനെ സ്വീകരിക്കും, അങ്ങനെ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഏത് കണ്ടന്റ് ചെയ്തിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബ്? ആദ്യം നമ്മൾ ഇട്ടെന്ന് ഗെയിമിങ് ചാലഞ്ച് വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പൊ കാരണം നമ്മളെ നാടെന്ന് പറഞ്ഞ ഒരു ഉൾഗ്രാമമാണ്. അപ്പൊ അവിടത്തുള്ള ആൾക്കാര് അത് എങ്ങനെയാണ് കാണുന്നെന്നുള്ളത്, കാരണം നമ്മള് അതായത് അവിടുത്തെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങി കഴിയുക, വീട്ടിനകത്തിരിക്കുക, പുറത്ത് അത് വീഡിയോസിലൊന്നും മോങ്കണിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റോട് യൂട്യൂബ് നിർത്താൻ വരെ പറഞ്ഞവരുണ്ട്. ഇപ്പൊ കറന്റ്ലി ഇപ്പൊ പറഞ്ഞവരുണ്ട്. ഞങ്ങളാരും എന്തുവാണ് പറഞ്ഞിട്ട് പേര് പറയാൻ പറ്റൂല, പേര് പറയാൻ പറ്റില്ല. ഓക്കെ, എന്തോ മര്യാദക്ക് വളർത്തണമെന്നാണ് പറഞ്ഞത്. ഓ, അത് ഈ ചേച്ചിയുടെ അച്ഛനെ വിളിച്ചിട്ടാണ് പറഞ്ഞത്. ഈ കുടുംബക്കാരെ കാണണ്ടേ? അതാണ് ഞാൻ വീട്ടിൽ പോണല്ലോ. നിങ്ങൾ ഭയങ്കര നിഷ്കളങ്കരാട്ടോ, നിങ്ങളെല്ലാം പറയും. ഇവിടെ അനൊക്കെ പിന്നെ ആലോചിക്കും, ഇത് പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും പണി ഉണ്ടാവോ, നാട്ടിൽ പോണ്ടേ എന്നൊക്കെ ആലോചിക്കും. കൊച്ചിയിൽ ഭയങ്കര സോഴ്സാ, ഐ മീൻ HS ഉണ്ട് കൂടുതല്. അല്ല, കൊച്ചിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ, ഇവിടെ നല്ല HS ഉണ്ട് ഷൂട്ടൊക്കെ ചെയ്യാനായിട്ട്. ഇനി പറ ബാക്കി. എന്നിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ചേച്ചിയുടെ അച്ഛൻ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ആണല്ലേ? അച്ഛൻ നല്ല സപ്പോർട്ടീവ് ആണ്. എന്തായാലും അത് പറയണമല്ലോ നമ്മളെങ്ങനെ കുറിച്ച് പറയുമ്പോ. ഇല്ല, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് നിർത്തണം. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. നമ്മൾ നല്ല കണ്ടന്റ് ബേസിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇതുവരെയ്ക്കും ഒരു വേറെ രീതിയിലൊരു കണ്ടന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കണ്ടന്റോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം നല്ല കണ്ടന്റാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ നല്ല കണ്ടന്റാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും കമന്റും പറയുന്നുണ്ട്, ചേച്ചിമാരുടെ വീഡിയോസ് നല്ല എന്ത് മോട്ടിവേഷൻസ് തരുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നും ഇതുവരെയ്ക്കും തോന്നിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. നമുക്ക് നമ്മുടെ കാര്യം, അവർക്ക് അവരുടെ കാര്യം. ഈ ഒരു കോൺസെപ്റ്റ് ഇപ്പൊ നമ്മള് സൊസൈറ്റി എല്ലാം അംഗീകരിക്കണം എന്നില്ല. അതായത് എന്താണ് ഇപ്പൊ പറഞ്ഞ പോലെ ഫേസ് കാണിക്കാൻ പാടില്ല, ഈ സംഭവമൊക്കെ ഞാൻ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. നമ്മൾ വാട്സാപ്പിലൊക്കെ ഇടാൻ പേടിയായിരിക്കും, നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ള. അങ്ങനെ ഒരു ഇത് ഭയങ്കര ചാലഞ്ചിങ് ആണ്, സ്റ്റിൽ ചാലഞ്ചിങ് ആണ്. പല സ്ഥലത്തും ഒരു 50% ആളുകൾ മാത്രം അംഗീകരിക്കുന്നുണ്ടാവുള്ളൂ. മീഡിയ ആണെന്നൊക്കെ പറയുമ്പോൾ മീഡിയ അല്ല, അങ്ങനെ ഒരു ഉണ്ട്. അപ്പോ ഈ ഒരു ഇഷ്യൂ നിങ്ങൾ കുറച്ചുകൂടി ഗ്രാമപ്രദേശം, ഞാനും ഗ്രാമത്തിൽ തന്നെയാണ്, എന്നാലും നിങ്ങൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാ. അതെ, ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണോ? ഫാമിലി സപ്പോർട്ട് എനിക്കൊന്നും ഞാൻ പറഞ്ഞില്ല. അച്ഛനും അമ്മ, ഇവരച്ഛനമ്മ, പിന്നെ ബ്രദേഴ്സിനൊക്കെ ഓക്കെ ആണ്. ബാക്കിയുള്ളവർക്കാണ് ഈ പ്രശ്നം. അവരെനിക്ക് തോന്നുന്നു ഇതുവരെ ചോദിച്ചിട്ടില്ല നമുക്കിങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടോയെന്ന് പോലും
അവർക്ക് അറിയാമോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ പുറത്തൊക്കെ ഇറങ്ങുമ്പം എല്ലാവരും പറയും ആ വീഡിയോസ് ഒക്കെ ഇപ്പൊ കാണാറുണ്ട് കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരുകളുണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ബന്ധുക്കള് അവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, നല്ല രസമുണ്ട്. അടുത്ത ബന്ധുക്കളാരും ഒന്നും പറയില്ല. അകന്ന ബന്ധുക്കൾ വന്നു പറയും. ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാനൊരു ഫംഗ്ഷൻ പോയിക്കായിരുന്നു കേട്ടോ. അപ്പൊ എനിക്കൊരു കല്യാണാലോചന വന്നു. അപ്പൊ ആ കുട്ടി മീഡിയയില നോക്കണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബന്ധുക്കളുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞതാണ് ഞാൻ. അപ്പൊ അങ്ങനെയൊക്കെ സ്റ്റിൽ ഉണ്ട്. പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ കുറെ കഴിഞ്ഞ് നമ്മളൊരു റീച്ച് ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി എത്തിക്കഴിഞ്ഞ ആളുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ആ നമ്മൾ അന്ന് വേണ്ടാത്തൊരു ഇപ്പൊ നല്ലപോലെ വന്ന് മിണ്ടുന്നുണ്ട്. ഈ ക്ലാസ്സിലൊക്കെ മിണ്ടാതിരുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ബുജി പിള്ളേരൊക്കെ. അപ്പൊ ആ പിള്ളേർ ഇപ്പൊ നമ്മളാണ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാൻ അവർക്ക് ഭയങ്കര അഭിമാനമാണ്. എന്റെ ഫ്രണ്ട്സ് ആണ് അവള്, എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു, എന്റെ ഫ്രണ്ടാണ് അനഘ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇതിപ്പോ നിങ്ങൾ എന്നാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്? കൊറോണ ടൈമിലായിരുന്നോ? കൊറോണ കഴിഞ്ഞ് അങ്ങോട്ട് എല്ലാരും പുറത്തിറങ്ങിയ ടൈം ഉണ്ടല്ലോ, അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അപ്പൊ ആരെങ്കിലും കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു? അപ്പൊ കോളേജിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? മുത്തുലക്ഷ്മി യൂട്യൂബിൽ ഇല്ലായിരുന്നു. കാരണം മുത്തുലക്ഷ്മിക്ക് നാണക്കേടാണ് യൂട്യൂബ് വരുന്നതെന്ന് പറഞ്ഞു. അന്ന് ഞാൻ +2 പഠിക്കുന്നേ ഉള്ളൂ. അവളെ ഫ്രണ്ട്സ് കളിയാക്കുന്നുള്ള. അപ്പൊ ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ പോയപ്പോഴത്തേക്ക് എന്നെ ടീച്ചറാണ് എന്തോ കുതിരയുടെ അങ്ങോട്ട് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് എന്നെ മാത്രം എണീപ്പിച്ച് നിർത്തിയിട്ട് പിന്നെ കളിയാക്കലോട് പിള്ളേരെ ഫുള്ളിരുന്ന് ചിരി. ടീച്ചർ കളിയാക്കിയോ? എന്ത് പറഞ്ഞു? എന്തോന്ന് ഇത് കുതിര ഉള്ളത് നിങ്ങളെ വീട്ടിൽ മേടിച്ചോ, അങ്ങനെ എന്തൊക്കെയാ ചോദിച്ചു. ഓ, അപ്പൊ വിഷമായപ്പോ? നാണക്കേടായി. ആണോന്നല്ല, ഇത്രയും കുട്ടികളുടെ മുന്നിൽ അപ്പൊ ഞാൻ ചേച്ചിയടുത്ത് പറഞ്ഞു എന്നെ ഇങ്ങനെ കളിയാക്കുന്നു, അത്രയും ഞാൻ ഇല്ല. എന്റെ അടുത്ത് പറഞ്ഞില്ല, മുന്നേ അടുത്ത് പറഞ്ഞു എനിക്ക് ഇനി വീഡിയോ എടുക്കാൻ നാണക്കേടാണ്. അതെന്തോ സംഭവം എന്നറിയോ? എന്റെ അടുത്ത് ചോദിക്കാതെ ഒരു ദിവസം എന്റെ വീഡിയോ എടുത്തിട്ട് അത് നമ്മൾ കുറച്ചാൾ പണ്ടത്തെ ടിക്ടോക്ക് വീഡിയോ എടുത്തിട്ട് അതിന് ഇവളെ ഫ്രണ്ട്സിനെയൊക്കെ വീഡിയോ റിപ്പോർട്ടൊക്കെ അടിച്ചോളാം ഞാൻ. അപ്പൊ നമുക്ക് എന്തോ വിഷമായി, കാരണം നമ്മൾ അത്രയും കൊണ്ടുവന്ന ചാനൽ അന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അത് ന്യായമല്ല. റിപ്പോർട്ടൊക്കെ അടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. തെറ്റിന്റെ നമുക്കിപ്പോ ഒരു ഒരു പണിഷ്മെന്റ് കൊടുക്കും. ഇപ്പൊ തന്നെ കുഴപ്പമില്ല, ഇപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. കരയപ്പോ ഇത് പറയുമ്പോ ഇടയ്ക്കിടെ കരയായിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് മുത്ത് കരയായിരുന്നു, വിഷമം വരും. ഇപ്പൊ തന്നെ കണ്ണ് പറഞ്ഞോടെ ഈ കരയല്ലേ? സാറേ പോട്ടെ, ഇനി അങ്ങനെ ചെയ്യില്ല അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ പിണങ്ങൊക്കെ ഇരിക്കും? അല്ല, പിണക്കല്ല, വീഡിയോസിൽ വരാതെ. മുത്തുലക്ഷ്മി കുറെ നാള് വീഡിയോസ് വരൊക്കെ ഇല്ലായിരുന്നു. പിന്നെ പൈസയൊക്കെ കിട്ടി തുടങ്ങിയപ്പോ പൈസ കിട്ടി തുടങ്ങിയപ്പോ ചേച്ചി ഞാനും കൂടെ ഉണ്ട് കേട്ടോ, നമ്മളെ ചെലവും പോണല്ലോ. ഇതിലിപ്പോ ഒരാള് മാത്രല്ലേ കല്യാണം കഴിഞ്ഞിട്ടിരിക്കുന്നുള്ളൂ? അതെന്തൊരു വിഷമം. അങ്ങനെയാണോ? നാത്തൂൻ എന്ന് പറയുമ്പോ എങ്ങനെയാ നാത്തൂൻ? എങ്ങനെയാ വീട്ടില് അഭിപ്രായം എന്ന് വെച്ചാ നല്ല ഫ്രണ്ട്, നല്ല കമ്പനിയാണ്. മതി, കഴിഞ്ഞു, ഇത്രയുള്ളോ? ഇവള് എന്നെ സപ്പോർട്ട് ചെയ്യും എല്ലാ കാര്യത്തിനും. ഞാൻ എന്താ ഒന്നും മിണ്ടാതെ ഒരു മൂലക്കിരിക്കുന്ന ടൈപ്പായിരുന്നു. ഇവളാണ് എന്നെ പുറത്ത് കൊണ്ടുവന്നത്. ഇവള് മാത്രമല്ല ഇവരും. ഇപ്പൊ എന്നെ കാട്ടി നോക്കാം. അതെനിക്ക് തോന്നുന്നു നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ഒരുപാട് ചെയ്യുന്നുണ്ട്. സെയിം ഏജും കൂടെ കാരണം നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ, അതിപ്പോ ഏത് ലൈഫ് ആയാലും, ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും, നാത്തൂനായാലും, സിസ്റ്റേഴ്സ് ആയാലും, നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ഇതൊരിക്കലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രപ്പോസൽസ് ഒക്കെ വരാറില്ലേ? ഒരുപാട് പേര് വരാറുണ്ട്. എന്താ എങ്ങനെ? ഇഷ്ടമാണ്, കണ്ണ് കാണാൻ നല്ല രസമാണ്, വോയിസ് കേൾക്കാൻ, സദ്യ തരുന്ന, കല്യാണം ആയില്ലേ, കല്യാണം ആകുമ്പോ പറയാം, അതിനെന്താ. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് കല്യാണം കൂടാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു സദ്യ മേടിക്കാനുള്ള പൈസ തരാം, അത് പോയി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അത് പലതും കാണാൻ രസമുണ്ടെന്ന് പറയും. അപ്പോഴും പിടിച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ
നിങ്ങളുടെയൊക്കെ മാരേജ് കോൺസെപ്റ്റ് ഒക്കെ എങ്ങനെ? അപ്പൊ ചേച്ചിയോട് ഞാൻ ചോദിക്കണില്ല. കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടോ ഇതില്? ഇല്ല ഇല്ല. കഴിക്കുന്നല്ലോ. അല്ല, നമ്മൾ മിക്കവർക്കും ഈ ഗാമോഫോബിയ എന്നുള്ള ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് കല്യാണം കഴിക്കാൻ പേടി അങ്ങനെയൊക്കെ ഉള്ള ഒരു അങ്ങനത്തെ ആളില്ല ഇതില് അല്ലേ? അങ്ങനെയൊന്നുമല്ല. ആരാണതും കുഴപ്പമില്ല. എനിക്ക് നല്ല സ്വഭാവമുള്ള ഒരാളായിരിക്കണം, അത്ര നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അത്രേ അത്രേ ഉള്ളൂ. നല്ലൊരാള്. എനിക്ക് തോന്നുന്നു കല്യാണം കഴിക്കാതിരിക്കുന്നത് ആണ് നല്ലതെന്ന് തോന്നുന്നു. ഈ ഒരു ലൈഫ് നല്ല രസമുണ്ട് കേട്ടോ. അടിച്ചു പൊളിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാം, അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ മറ്റു കല്യാണം കഴിച്ചാൽ ഭയങ്കര പ്രാരാബ്ധം, കുടുംബം, കുട്ടി, അതൊക്കെ എനിക്ക് തോന്നുന്നു കല്യാണം കഴിക്കാതെ കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെങ്കിൽ അത്രയും നല്ലത്. സമയമുണ്ടല്ലോ കഴിക്കാനായിട്ട്. ശരി, ഇപ്പൊ ക്രഷ് ഒക്കെ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ ക്രിക്കറ്റ് കളിക്കാരുടെയൊക്കെ നമുക്ക് ഭയങ്കര ക്രഷ് തോന്നിയിട്ടുണ്ട്. എന്റെ ഏറ്റവും വലിയ ക്രഷ് രോഹിത് ശർമ്മയായിരുന്നു. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം രോഹിത് ശർമ്മനെ കാണണമെന്നാണ്, ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് നമ്മളെ ബ്ലാക്ക് ഹണ്ടർ 45 ലാസ്റ്റ് രോഹിത് ശർമ്മയുടെ 45 ജേഴ്സി നമ്പർ ആണോ? ഇത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പൊ ട്രൂത്ത് റിവീൽ ചെയ്തിപ്പോ നമ്മൾ ഭയങ്കര രോഹിത് ഫാനാണ്, കുടുംബത്തോടെ ഫാനാണ്. ആണോ? ക്രിക്കറ്റ് കാണുന്ന ഞാൻ പിന്നെ ഒന്നും കാണാത്തോണ്ട് കുഴപ്പമില്ല. അങ്ങനെയൊന്നും കാണില്ല. ഇവർക്ക് ഞാൻ ഒരിക്കൽ എന്റെ ബ്രദറിന്റെ പേര് മോനു 45 എന്ന് അടിച്ചിട്ടായിരുന്നു. അപ്പൊ ഇവള് കിച്ചോണ്ണന്റെ പേര് കിച്ചു 65 എന്ന്. സംഭവം കൊറേ നമ്പേഴ്സ് ഉണ്ടായിരുന്നു ചേട്ടൻ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ഇതടിച്ചിട്ടേക്കാം. ഞാൻ വിചാരിച്ചു ചിക്ക് 65 എന്ന് പറഞ്ഞ പോലെ കിച്ചു 65. ഇതിൽ ഏറ്റവും ഫണ്ണി ആളാണോ? ഫണ്ണിയാണ്. നിങ്ങളെ എല്ലാരും കൂടിയിരുന്ന ഗ്രഹവും ഷോയാ. ഞാൻ കൂടുതലും മണ്ടത്തരങ്ങൾ ചെയ്യും. എന്തിനു പറഞ്ഞാലും മിണ്ടാ നിക്ക പാവങ്ങളൊക്കെ. അതുകൊണ്ട് എന്തും പറയാന്ന് കേട്ടാ, എന്തും പറയാന്ന് പ്രതികരിക്കില്ല ആരെടുത്ത. ലൈക് സൊസൈറ്റിയിലെ സമാധാനത്തിന്റെ വില വിളിച്ചാ കേക്കൂല, മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ അടുത്തിരുന്ന് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആരാ ഇതില്? മിന്നു ചേച്ചി. ഒന്നടിച്ച് രണ്ടടിക്കും തിരിച്ചു. അതെനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സന്തോഷം വരും, അങ്ങനെയുള്ളൊരു സെൻസിറ്റീവ് ആണ്. നിങ്ങളെല്ലാവരും സെൻസിറ്റീവ് ആണ്, എല്ലാവരും തലയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മുട്ട അങ്ങനെ പെട്ടെന്ന് കരയത്തൊന്നുമില്ല. ഞാൻ കരയും. കരയൂ? ഞാൻ കരയും. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ദേഷ്യം വരൂല, പെട്ടെന്ന് വരൂല. പെട്ടെന്ന് കരയും. പക്ഷെ ദേഷ്യം വരൂല, ഒരു ഭാവൂലെന്ന്. ദേഷ്യം വരും, എന്തെങ്കിലുമൊക്കെ പിച്ചുമ്പയും പറയും. അത് മനസ്സിൽ കൊണ്ട് നടക്കത്തേ ഉള്ളൂ. കൊണ്ട് നടക്കും, മനസ്സിൽ കൊണ്ട് നടക്കും. മനസ്സിൽ കൊണ്ട് നടന്ന് ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തി പറയും. ആണോ? നൈസിനങ്ങ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരുടെയൊക്കെ എന്താണ് മനസ്സിൽ നിൽക്കൂല. ഇല്ല അതാണ് ഞാൻ പെട്ടെന്ന് നല്ലത് പറഞ്ഞിട്ട് അതങ്ങ് പെട്ടെന്ന് അങ്ങ് പോകും. പിന്നെ അത് ഞാൻ ഒരിക്കലും അത് എന്റെ മനസ്സിലിങ്ങനെ കിടക്കും. മനസ്സിൽ കിടന്നിട്ട് ആ വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ സന്ദർഭം കിട്ടുമ്പോ അതെടുത്ത് ഉപയോഗിക്കും. അതൊരു ബാഡ് ഹാബിറ്റ് ആണ്. അതെ, തീർച്ചയായിട്ടും.